79ാമത് സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് അസമിലെ ലഖിംപൂരിൽ തുടക്കമായി. ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ മത്സരങ്ങളോടെയാണ് ചാമ്പ്യൻഷിപ്പിൽ തുടക്കമായി. നാളെ പഞ്ചാബിന് എതിരെയാണ് കേരളത്തിന് ആദ്യ മത്സരം നടക്കുക. കഴിഞ്ഞ തവണ ഫൈനലിൽ കൈവിട്ട കിരീടം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളം ഇത്തവണ ഇറങ്ങുന്നത്. ജി സഞ്ജുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ ആക്രമണ നിരയിൽ പുതുമുഖങ്ങളും പ്രതിരോധ നിരയിൽ പരിചയസമ്പന്നരുമുണ്ട്. പരിശീലനത്തിൽ ടീം നല്ല മികവാണ് കാട്ടിയതെന്ന് കോച്ച് ഷഫീഖ് ഹസൻ പറഞ്ഞു. ആദ്യ ദിനത്തിലെ മത്സരങ്ങളോടെ എതിർ ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് ഏകദേശ രൂപം കിട്ടുമെന്നും അതിനനുസരിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അസമിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കേരള ടീം വയനാട്ടിൽ പരിശീലനവും നടത്തിയിരുന്നു. നമുക്ക് രാവിലെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. എല്ലാ പ്രിപ്പറേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ടീം എല്ലാ തരത്തിലും റെഡിയാണ് പഞ്ചാബുമായിട്ട് കളിക്കാൻ. അപ്പോൾ ആദ്യ മാച്ചിന് എല്ലാ കളിക്കാരും ഫിറ്റാണ്. നമ്മുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ പഞ്ചാബിൻ്റെ കളി കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഓപ്പോസിഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓപ്പോസിഷനെ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പഞ്ചാബ് ലോങ് ബോൾ കളിക്കുന്നതുകൊണ്ട് തന്നെ കൗണ്ടറിനുള്ളൊരു പോസിബിലിറ്റി കൂടുതലുണ്ട്. ആ കൗണ്ടറിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മുടെ ഒരു ഒബ്ജക്റ്റീവാണ്.